എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിങ്ങിലേക്ക് സ്വാഗതം. വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഞാനൊരു കടച്ചക്ക കൊണ്ടുള്ളൊരു തീയലിൻ്റെ റെസിപ്പിയാണ് എൻ്റെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ ഇവിടെ ഒരു കടച്ചക്കയൊക്കെ മേടിച്ച് എൻ്റെ തൊലിയൊക്കെ ചെത്താനായിട്ട് ഒരുങ്ങുമായിരുന്നു. അപ്പോഴാണ് ഞാൻ ഓർത്തൊരു വീഡിയോ ആയിട്ട് എൻ്റെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. ഞാൻ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ വീഡിയോയിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ എൻ്റെ ചാനലും എൻ്റെ വ്ളോഗുകളൊക്കെ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തുമൊക്കെ എൻ്റെ ഈ കുഞ്ഞു ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് വിടണേ. നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 1 വർഷം ആകാനാവുന്നുണ്ട്. പക്ഷെ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 1 വർഷമൊക്കെ ആകാനാവുന്നുണ്ട്. പക്ഷെ നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ ഒരുപാട് കുറവാണ്. കാര്യം നമ്മൾ ഈ കുക്കിംഗ് വീഡിയോ മാത്രം ഇടുന്നതുകൊണ്ടാണോ എന്നറിയാൻ വയ്യ. എന്താണേലും 283 അത്രയൊക്കെ ആയിട്ടുള്ളൂ നമുക്ക്. അപ്പോൾ 1 വർഷത്തിനുള്ളിൽ 1000 ആകണം, 4000 വാച്ച് അവർ ആകണം എന്നൊക്കെ പറയുന്നുണ്ട് ഓരോരുത്തരും. പക്ഷേ നമുക്കതൊന്നും ആയിട്ടില്ല. എന്താണേലും ഞാനിങ്ങനെ എനിക്ക് പറ്റുന്ന രീതിയിലുള്ള വീഡിയോകളൊക്കെ ഞാൻ എടുത്ത് എൻ്റെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി ഇത് ചെത്തി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസാക്കി നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ടൊക്കെ കാണാം. ബാക്കി വേണ്ടത് എന്തൊക്കെയാണെന്ന് അപ്പോൾ നമുക്ക് വഴിയെ കാണാം. കടച്ചക്ക ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകി അതിൻ്റെ ആ ഒരു കറയൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുവാണ്. ഇതേപോലുള്ളൊരു കഷ്ണമായിട്ടാണ് നമ്മൾ കടച്ചക്ക അരിയേണ്ടത്. തീയലിനൊക്കെ അരിയുമ്പോൾ ഇതുപോലെ അരിഞ്ഞാൽ മതി. ഞാനിവിടെ ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്, വലിയ ഉള്ളി എടുത്തിട്ടില്ല. കടച്ചക്കയുടെ ഏകദേശം അടുത്ത അളവിലൊക്കെ തന്നെ ചെറിയുള്ളി നന്നാക്കി ഇതുപോലെ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. അല്പം കറിവേപ്പില വെച്ചിട്ടുണ്ട്, 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനി ഇത് കടുക് വറുത്താണ് നമ്മൾ നന്നായിട്ട് വഴറ്റി വേവിച്ചെടുക്കുന്നത്. കടച്ചക്ക എടുക്കുമ്പോൾ എപ്പോഴും അത്യാവശ്യം വിളഞ്ഞ ചക്ക തന്നെ എടുക്കാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ അത് വേകാനായിട്ട് പ്രയാസമായിരിക്കും. അപ്പോൾ ഇതിന് വറുത്തരപ്പിന് വേണ്ട സാധനങ്ങൾ ഇവിടെ കുറച്ച് തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇത്രയും കടച്ചക്കയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ തേങ്ങ ഒരിച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ട്. ഒരു മുറിയുടെ ഒരല്പം കൂടെയൊക്കെ എടുത്തിട്ടുണ്ട്. അതുപോലെ 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, 2 അല്ലി വെളുത്തുള്ളി, 2-3 ചെറിയുള്ളി അരിഞ്ഞത് വെച്ചിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില. ഇത്രയും സാധനം നന്നായിട്ട് വറുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി അതുകൂടെ ഒന്ന് ചൂടാക്കി വേണം നമുക്ക് ഈ വറുത്തരപ്പ് തയ്യാറാക്കാനായിട്ട്. ഇതിനകത്ത് ഈ പെരിഞ്ചീരകം ഒഴിവാക്കേണ്ടവർക്ക് ഒഴിവാക്കാൻ, അതുപോലെ വെളുത്തുള്ളിയൊക്കെ ചേർക്കണമെന്ന് താല്പര്യമുള്ളവർ മാത്രം അത് ചേർത്താൽ മതി. അല്ലെങ്കിൽ ബാക്കി സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് അടിപൊളി തീയൽ തയ്യാറാക്കാം. അപ്പോൾ ഇനി ഇതൊക്കെ വഴറ്റാൻ നോക്കണം. അതുപോലെ ഈ തേങ്ങാക്കൂട്ട് ഒന്ന് നന്നായിട്ട് വറുത്തും എടുക്കണം. എന്നിട്ട് നമുക്ക് കാണാം. ചീനച്ചട്ടി സ്റ്റൗവിലേക്ക് വെച്ച് ഒരല്പം ഒരു 1/4 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മുടെ തേങ്ങാക്കൂട്ട് അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒരു 10-12 കുരുമുളകും ഒരു നുള്ള് പച്ച ഉലുവയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം. തേങ്ങ നല്ല ബ്രൗൺ ആയിട്ട് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഈ സമയം സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്ത് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1.5 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ചൂടിൽ തന്നെ ഇതൊന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. നമുക്ക് സ്റ്റൗ കത്തിച്ച് വയ്ക്കേണ്ട കാര്യമില്ല. കാര്യം ഈ ചട്ടിയുടെ ചൂടിലും ഈ തേങ്ങയുടെ ആ ഒരു ചൂടിലുമൊക്കെ നമ്മുടെ പൊടികൾ നന്നായിട്ട് മൂത്ത് കിട്ടും. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഞാനിവിടെ നമ്മുടെ തേങ്ങയെല്ലാം വറുത്തത് മാറ്റിയതിന് ശേഷം നമ്മുടെ ഉരുളി ഒന്ന് കഴുകി വൃത്തിയാക്കി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചൂട് കട്ടിയുള്ള പാത്രം ആയതുകൊണ്ടാണ് ഞാൻ ഈ ഉരുളിയിൽ തന്നെ തീയൽ വെക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണയും ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചേർക്കാം. കടുക് പൊട്ടി വന്നപ്പോൾ 2-3 വറ്റൽമുളക് ഇതുപോലെ 2ആക്കി മുറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറിയുള്ളി, കറിവേപ്പില, പച്ചമുളക് അത് ആദ്യം ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്ര സാധനം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ട് വാടിയതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കടച്ചക്ക കൂടെ ചേർത്ത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് അടച്ചു വെച്ച് ചെറു തീയിൽ വേവിക്കുക. അല്പം കൈവെള്ളം കൂടെ തളിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ആ കടച്ചക്ക വെന്ത് കിട്ടാൻ ചിലപ്പോൾ ഇത്തിരി പ്രയാസമായി. അപ്പോൾ ഇതൊന്ന് ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വന്നപ്പോൾ കടച്ചക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി
ഒരല്പം കൈവെള്ളം കൂടെ തളിച്ച് നമുക്ക് അടച്ചു വെച്ച് വേവിക്കണം. ഈ ഉള്ളിൽ നിന്ന് ഈ ചക്കയിൽ നിന്നൊക്കെ ഏകദേശം ഇച്ചിരി വെള്ളമൊക്കെ ഇറങ്ങും നമ്മൾ അടച്ചു വെച്ച് വേവിക്കുമ്പോഴത്തേക്കും. ഒരുപാട് വെള്ളം കോരി ഒഴിക്കേണ്ട കാര്യമില്ല. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൈവെള്ളമൊക്കെ തളിച്ച് അടച്ചു വെച്ച് വേവിക്കാം. കടച്ചക്കയിലേക്ക് അല്പം കൈവെള്ളമൊക്കെ തളിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു അടപ്പ് കൊണ്ട് അതേ അടച്ച് വേവിച്ചെടുക്കാം. കടച്ചക്കയുടെ അടപ്പ് മാറ്റി ഞാൻ 1-2 തവണ ഇളക്കിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നന്നായിട്ട് വെന്തെല്ലാം വന്നിട്ടുണ്ട്. നമുക്കിത് ഇങ്ങനെ നോക്കിയാൽ അറിയാം. പൊട്ടിച്ച് നോക്കിയാൽ ഇത് രണ്ടായിട്ട് മുറിയും. ആ ഒരു കണ്ടോ, ഇങ്ങനെ നല്ല വെന്ത പരുവായി. ഇനി ബാക്കി ഇത് അരപ്പിനകത്ത് കിടന്ന് ബാക്കി നന്നായിട്ട് വെന്ത് വരും. അപ്പം നമുക്കിനി വറുത്ത അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വറുത്തരച്ചത് കടച്ചക്കയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറ് കഴുകി ബാക്കി അരപ്പ് കൂടെ കലക്കി ഒഴിച്ച് പാകത്തിന് ഗ്രേവി ആക്കി എടുക്കാം. അപ്പോൾ കൂടെ തന്നെ നമുക്ക് വാളംപുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. തീയലാകുമ്പോൾ അല്പം വാളംപുളി പിഴിഞ്ഞത് ഒഴിക്കണം. ഞാൻ അതുകൂടെ ഒരല്പം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഒരുപാട് ഒഴിക്കുന്നില്ല. ഇവിടെ പുളി അധികം വേണ്ടാത്തതുകൊണ്ട് കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് മിക്സി കഴുകിയിട്ടുള്ള ആ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ മിക്സിയുടെ ജാറ് കഴുകി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ തീയൽ ഇരിക്കുമ്പോൾ ഒന്ന് കുറുകി വരും, കടച്ചക്ക ആയതുകൊണ്ട് തന്നെ. അതുകൊണ്ട് ഇത്തിരി ഗ്രേവി ആയിട്ടാണ് ഇപ്പം ഇരിക്കുന്നത്. ഇനി അത് നന്നായിട്ട് തിളച്ച് വെന്ത് കുറുകി വരുമ്പോൾ പാകത്തിനായിക്കോളും. ആവശ്യത്തിനുള്ള ഉപ്പുമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തീയൊക്കെ ഇനി കൂട്ടി കൊടുക്കാം. ഇനി പതുക്കെ അടച്ച് വെച്ച് നമുക്ക് ബാക്കി മസാലയും ആ കടച്ചക്കയൊക്കെ നല്ല യോജിച്ച് നല്ല അടിപൊളി തീയലായിട്ട് വരട്ടെ. അങ്ങനെ നമ്മുടെ കടച്ചക്ക തീയൽ ഇവിടെ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഏകദേശം ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് കൂടെ ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ട് ഒരു പ്ലേറ്റിലൊക്കെ എടുത്തിട്ട് നമുക്ക് കാണാം. സൂപ്പർ ടേസ്റ്റാണ്. കടച്ചക്ക ഇഷ്ടപ്പെടുന്നവർ ഇങ്ങനെ തീയലുണ്ടാക്കി നോക്കിയോളൂ. ഇതിനകത്ത് പെരുംജീരകമോ വെളുത്തുള്ളി അതുപോലെ കുരുമുളക് ഉലുവ ഉരുന്നുള്ളിട്ടിട്ടുണ്ട്. ഇതൊന്നും വേണ്ടാത്തവർ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഉണ്ടാക്കിയാലും സൂപ്പറാണ് ഈ തീയൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഇനി ഇതൊന്നും സെറ്റായി കഴിഞ്ഞിട്ട് ഒരു ബൗളിലൊക്കെ എടുത്തിട്ട് നമുക്ക് കാണാം. അങ്ങനെ കടച്ചക്കയും ചെറിയുള്ളിയും കൊണ്ടുണ്ടാക്കിയ തീയൽ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായും ഒന്ന് ചെയ്ത് നോക്കണേ. അതുപോലെ പെരുംജീരകം കുരുമുളക് ഉലുവ ഇതൊക്കെ ഇതിൽ ചേർക്കണ്ടെന്നുള്ളവർ അതൊക്കെ ഒഴിവാക്കിയിട്ട് ചെയ്താലും നല്ല സ്വാദ് തന്നെയാണ്. കടച്ചക്ക കിട്ടുമ്പോൾ ഇങ്ങനെയൊന്ന് എന്തായാലും എൻ്റെ കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് എൻ്റേതായിട്ടുള്ള രീതിയിലാണ് ഞാൻ ഈ തീയൽ തയ്യാറാക്കിയിരിക്കുന്നത്. ഞാൻ എല്ലാ തീയലിനും ഒരല്പം പെരുംജീരകമൊക്കെ ചേർത്താണ് ചെയ്യുന്നത്. അത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ടാണ് ഞാനങ്ങനെ ചേർക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഈ പാചകം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.